A+2 സ്വാഗതം. ധാരാളം തൊഴിൽ സാധ്യതയുള്ള ഒരു കോഴ്സിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ് ഇന്ന് ഈ എപ്പിസോഡിൽ ഞങ്ങൾ പങ്കുവെക്കുന്നത്. നമുക്ക് കൺവെൻഷണൽ കോഴ്സുകളിൽ നിന്നും മാറി കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള കോഴ്സുകൾ പഠിക്കുന്നതാണ് ഇനിയുള്ള കാലത്തേക്ക് നല്ലത്. BA, MA ഇല്ലെങ്കിൽ എംഫിലിൻ്റെ കാലം കഴിഞ്ഞു. PhD തുടങ്ങിയ മേഖലകളിലേക്ക് കൺവെൻഷനായി പോകുന്ന കുട്ടികളെ അതിൽ നിന്നും പതിയെ മാറ്റി കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള ടെക്നിക്കൽ കോഴ്സുകളിലേക്ക് മാറ്റുന്നത് എന്തുകൊണ്ടും അഭികാമ്യമാണ്. കുട്ടികൾക്കൊരിക്കലും തൊഴിലിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരില്ല. നിങ്ങൾക്കറിയാം, SSLC, ഡിഗ്രി ഒക്കെ പാസ്സായി കഴിഞ്ഞാൽ കുട്ടികൾ പിന്നെ PSC പോസ്റ്റിങ്ങിന് വേണ്ടി കാത്തിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. വളരെ ചുരുങ്ങിയ ഒഴിവുകൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് ആളുകൾ പരീക്ഷ എഴുതുകയും തുടർന്ന് വർഷങ്ങളോളം കാത്തിരിക്കുകയും ചെയ്യേണ്ടി വരുന്നു. ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ പോലും വർഷങ്ങളോളം എടുക്കും അതിനകത്തേക്ക് ഒന്ന് കയറിക്കൂടാനായിട്ട്. 3 വർഷത്തെ കാലാവധി 1 വർഷമായി കുറച്ചു. അതിനെ തുടർന്നുണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്കറിയാം. വളരെ ചുരുക്കം പേര് മാത്രമേ ലിസ്റ്റിനകത്ത് കടന്നു വരികയുള്ളൂ. ലിസ്റ്റിനകത്ത് കടന്നു വന്നാലും അവർക്ക് വളരെ ചുരുക്കം പേർക്ക് മാത്രമാണ് ജോലി ലഭിക്കുക. സർക്കാർ ജോലി എന്ന് പറയുന്നത് ഒരു സ്വപ്നം എന്ന് നമ്മൾ പണ്ടൊക്കെ പറയും. അതിപ്പോൾ സത്യമായും യാഥാർത്ഥ്യമായും മാറിക്കൊണ്ടിരിക്കുകയാണ്. വളരെയധികം തൊഴിൽ സാധ്യത സർക്കാർ മേഖലയിൽ ഇല്ലാതായിരിക്കുന്നു. അതുകൊണ്ട് രക്ഷകർത്താക്കൾ മനസ്സിലാക്കുക, നിങ്ങൾ ഇതിൽ നിന്നും കുട്ടികളെ ഈ കൺവെൻഷനൽ പാരമ്പര്യപരമായ ചില കോഴ്സുകളുണ്ട്. BA, ഞാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. BA അല്ലെങ്കിൽ BSc അല്ലെങ്കിൽ BCom അങ്ങനെ തുടങ്ങിയ കോഴ്സുകൾ, ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിൽ വരുന്ന കോഴ്സുകൾ, തുടർന്ന് അതിൻ്റെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ MA ഒക്കെ ചേർന്ന് കഴിഞ്ഞാലും കുട്ടികൾക്കുള്ള ജോലി തസ്തികകളുടെ എണ്ണം വളരെ വളരെ കുറവാണ് സർക്കാർ തലത്തിൽ. മറിച്ച് സ്വകാര്യ മേഖലയിലും അങ്ങനെ തന്നെയാണ്. ഈ കോഴ്സുകളൊക്കെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്കൊക്കെ തൊഴിൽ സാധ്യത വളരെ കുറവാണ്. എനിക്കറിയാവുന്ന ഒരു B.Tech കാരൻ തിരുവനന്തപുരത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ഷൂ മാർട്ട്, ഒരു ചെരുപ്പ് കടയിൽ സെയിൽസ്മാനാണ്. 6000 രൂപയാണ് അദ്ദേഹത്തിൻ്റെ ശമ്പളം. B.Tech കാരനാണ്. പല B.Tech കാരുടെയും സ്ഥിതി ഇങ്ങനെയൊക്കെയാണ്, നിങ്ങൾക്കറിയാം. ഇനി എല്ലാ B.Techും അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയില്ല. BA കാർക്കും അത് തന്നെയാണ് സ്ഥിതി. BA കാരാണെങ്കിൽ ചെരുപ്പ് കടയിൽ പോലും ജോലി കിട്ടാത്ത സ്ഥിതിയില്ല. അത് പോകട്ടെ, നമുക്ക് ഈ കാര്യത്തിലേക്ക് വരാം. കപ്പലിൽ ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല ചില കോഴ്സുകളുണ്ട്. കപ്പലിൽ ജോലി എന്ന് നിങ്ങൾ നിസ്സാരമായി കാണരുത്. ഒന്നാന്തരം ശമ്പളം കിട്ടുന്ന ജോലി, സുഖകരമായ ജോലി, അല്ലെങ്കിൽ സ്വല്പം ആയാസകരമായ ജോലി ആയിക്കോട്ടെ, പക്ഷേ സുരക്ഷിതമായ ശമ്പളം, സ്ഥിരമായ ജോലി, ഇതെല്ലാം കിട്ടുന്ന ഒരു മേഖലയാണ് ഈ കപ്പലിലുള്ള ജോലി. ഈ കപ്പലിൽ ജോലി ലഭിക്കണം എങ്കിൽ അതുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ പഠിച്ചിരിക്കണം. ഏതൊക്കെ കോഴ്സുകളാണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്താണ്, എവിടെയൊക്കെ പഠിക്കാൻ കഴിയും എന്നുള്ള വിവരങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉള്ളത്. ആദ്യം നമുക്ക് എത്ര തരം കപ്പലുണ്ടെന്ന് അറിയാം. ഷിപ്പ് എത്ര തരം ഉണ്ട്? എല്ലാവർക്കും അറിയുന്നത് പോലെ യുദ്ധക്കപ്പലുണ്ട്, മുങ്ങിക്കപ്പലുണ്ട്, യാത്രാ കപ്പലുണ്ട്, അതേപോലെ ജലനൗകയുണ്ട്. ഇതെല്ലാം കപ്പലുകളുടെ ഗണത്തിൽ വരുന്നവയാണ്. ഇത്ര തരം കപ്പലുകൾ ഉണ്ട് നമ്മുടെ നാട്ടിലും. വിദേശത്തുമൊക്കെ ഇത്ര തന്നെ, അതിനേക്കാൾ കൂടുതലൊന്നുമില്ല. അപ്പോൾ ഈ കപ്പലുകൾ ഇത്രയാണെന്ന് നിങ്ങൾ അറിഞ്ഞു. ഈ കപ്പലിൻ്റെ ഓരോ ഭാഗവും, അതായത് തൊഴിൽ സാധ്യതയുള്ള ഓരോ മേഖലയും നമുക്ക് നോക്കാം. അതായത് നേവൽ ആർക്കിടെക്റ്റ് എന്ന് പറയുന്ന ഒരു തസ്തികയുണ്ട്. നേവൽ ആർക്കിടെക്റ്റ് ഇവരുടെ ചുമതല എന്ന് പറഞ്ഞാൽ കപ്പലിൻ്റെ രൂപകൽപ്പനയും നിർമ്മാണ മേൽനോട്ടവുമാണ്. ഈ നേവൽ ആർക്കിടെക്റ്റ് എന്ന് പറയുന്ന തസ്തികയിൽ ജോലി നോക്കുന്ന ഒരാളുടെ ജോലിയുടെ സ്വഭാവം. തസ്തികയുടെ പേര് നേവൽ ആർക്കിടെക്റ്റ്, അല്ലെങ്കിൽ ആ ക്വാളിഫിക്കേഷൻ്റെ പേര് നേവൽ ആർക്കിടെക്റ്റ്. ആ കോഴ്സ് എടുത്ത് ജയിച്ച ആൾ ആ തസ്തികയിൽ പ്രവേശിക്കുമ്പോൾ അദ്ദേഹം ചെയ്യേണ്ടി വരുന്ന ജോലിയുടെ സ്വഭാവം ഇതാണ്. കപ്പലിൻ്റെ, ഷിപ്പിൻ്റെ രൂപകൽപ്പനയും അതേപോലെ നിർമ്മാണ മേൽനോട്ടവുമാണ്. ഇതാണ് അവർ ചെയ്യേണ്ട ജോലി. അടുത്ത് കപ്പലിൻ്റെ നിർമ്മാണം, കപ്പലിൻ്റെ റിപ്പയർ, കപ്പലിൻ്റെ മെയിൻ്റനൻസ്, ഇതെല്ലാം നോക്കുന്ന വിഭാഗത്തിന് ഷിപ്പ് ബിൽഡിംഗ് കാറ്റഗറിയിൽ വരും. ഷിപ്പ് ബിൽഡിംഗ് ഇതിനുമായി ബന്ധപ്പെട്ട കോഴ്സുണ്ട്. ആ കോഴ്സ് പഠിച്ചിറക്കുന്നവർക്ക് ഇതേ ജോലി, സമാന സ്വഭാവമുള്ള ജോലി അവിടെ നിർവഹിക്കാം. അതായത് കപ്പലിൻ്റെ നിർമ്മാണത്തിലായാലും
കപ്പലിൻ്റെ റിപ്പയറിങ്, കപ്പലിൻ്റെ മെയിൻ്റനൻസ്, ഇതെല്ലാം അവരുടെ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായി വരും. ഇനി നാവിഗേഷൻ, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നാവിഗേഷൻ. ഈ നാവിഗേഷനും പരിപാലനവും നടത്തുന്ന ആളുകളെ മറൈൻ എഞ്ചിനീയർ എന്നാണ് പറയുക. ഏറ്റവും പ്രധാനപ്പെട്ട തസ്തികയിലൊന്നാണ് മറൈൻ എഞ്ചിനീയർ. അദ്ദേഹത്തിൻ്റെ ജോലിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ നാവിഗേഷനും അതുപോലെ ഷിപ്പിൻ്റെ പരിപാലനവുമാണ് മറൈൻ എഞ്ചിനീയറുടെ ചുമതല. അദ്ദേഹം ഇതൊരു സൂപ്പർ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു തസ്തികയാണ്. ഇതാണ് പ്രധാനമായും ഷിപ്പുമായി ബന്ധപ്പെട്ട് ഉള്ള തസ്തികകളും അതിനുള്ള റെസ്പോൺസിബിലിറ്റി. അത് ഏതെല്ലാം രീതിയിലുള്ളതാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇനി മറ്റൊന്നുണ്ടല്ലോ, ഈ ജലയാനങ്ങൾ, ഈ നൗകകൾ തുടങ്ങിയ ഷിപ്പുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. വലിയ സ്വഭാവമുള്ള ഷിപ്പുകളല്ല. ഇതിനാണെങ്കിൽ നാവിഗേഷൻ നിയന്ത്രണവും ഒക്കെ നടത്തുന്നതിന് വേണ്ടിയും ചില കോഴ്സുകൾ പഠിച്ചിറങ്ങുന്നവർക്ക് ജോലി സാധ്യതയുണ്ട്. SSLC വരെ മാത്രം മതിയാവും അതിനൊക്കെ. ചില ജോലി സാധ്യതകൾ അതിനുമുണ്ട്. കപ്പലിൻ്റെയും ജല നൗകകളുടെയും ഒക്കെ കാര്യങ്ങൾ നോക്കുന്ന, നാവിഗേഷനും അതിൻ്റെ നിയന്ത്രണവും നോക്കുന്ന ആളുകളെയാണ് ആ വിഭാഗത്തിൽ വരുന്നത്. അതിനെ ശരിക്കും നോട്ടിക്കൽ സയൻസ് എന്ന് അത് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ്, ഇനി ഏതൊക്കെ സ്ഥാപനങ്ങൾ, ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഇത്തരം കോഴ്സുകൾ നടത്തുന്നുണ്ട് എന്നുള്ളത് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായി ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി, കൊച്ചിയിലുള്ളതാണ് ഈ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി. ഈ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയിൽ BSc നോട്ടിക്കൽ സയൻസ് ഉണ്ട്. BSc നോട്ടിക്കൽ സയൻസ് ഏറ്റവും നല്ല കോഴ്സാണ്. ഈ കോഴ്സിലേക്ക് നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടുകയാണെങ്കിൽ, എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടാവും, നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടുകയാണെങ്കിൽ അതിൽ നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോൾ BSc നോട്ടിക്കൽ സയൻസ് എന്ന് പറയുന്ന ഒരു ബിരുദം നിങ്ങൾക്ക് കിട്ടും. ഈ ബിരുദം ജോലി സാധ്യതയിൽ വളരെ കൂടുതൽ പ്രയോജനപ്പെടുത്താവുന്ന ഒരു ഡിഗ്രിയാണ്. ഇതേ അതായത് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ തന്നെ അഫിലിയേഷനുള്ള മറ്റൊരു കോളേജാണ് പാലക്കാട്ടെ കോളേജ് ഓഫ് ഷിപ്പ് ടെക്നോളജി. പാലക്കാട്ടുള്ള കോളേജ് ഓഫ് ഷിപ്പ് ടെക്നോളജി. അവിടെയാണെങ്കിൽ BSc ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് റിപ്പയറിംഗ് എന്ന ഒരു കോഴ്സുണ്ട്. പ്രവേശനത്തിന് +2 മാത്രം മതി. +2 ഉള്ള കുട്ടികൾക്ക് ഇത് കിട്ടും. +2 എന്ന് പറയുമ്പോൾ മാത്സ്, അതേപോലെ ഫിസിക്സ്, അതേപോലെ കെമിസ്ട്രി, ഈ 3 വിഷയങ്ങളിലും 60% മാർക്ക് നേടിയിരിക്കണം. ഇംഗ്ലീഷിന് 50% മാർക്ക് നേടിയിരിക്കണം. ഈ +2വിന് ഈ കോഴ്സ് ഈ രീതി, ഈ മാർക്ക് റേഞ്ച് നേടിയവർക്കാണെങ്കിൽ അവിടെ അഡ്മിഷന് അപേക്ഷിക്കാം. BSc ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് റിപ്പയറിംഗ്. സ്ഥാപനം പാലക്കാട് കോളേജ് ഓഫ് ഷിപ്പ് ടെക്നോളജി പാലക്കാട്. അവിടെയും എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടാവും. ആ ടെസ്റ്റ് എഴുതി ജയിക്കുന്നവർക്ക് അവിടെ അഡ്മിഷൻ കിട്ടും. ഇത് പഠിച്ചിറങ്ങുന്നവർക്ക് നല്ല തൊഴിൽ സാധ്യതകൾ ഏറെയുണ്ട്. ഇനി മറ്റൊരു സ്ഥാപനം നമ്മുടെ തന്നെ കൊച്ചിൻ സയൻസ് ആൻഡ് ടെക്നോളജി യൂണിവേഴ്സിറ്റി. കൊച്ചിയിലെ യൂണിവേഴ്സിറ്റിയാണ് കൊച്ചിൻ സയൻസ് ആൻഡ് ടെക്നോളജി. ആ യൂണിവേഴ്സിറ്റിയിൽ ഒരു നല്ല B.Tech കോഴ്സുണ്ട്. നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്. ഇത് രണ്ടും പ്രത്യേകിച്ച് കോഴ്സുകളാണ്. നേവൽ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞൊരു കോഴ്സും ഷിപ്പ് ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സും മറൈൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കോഴ്സും അവിടെയുണ്ട്. B.Tech ആണ് ഈ കോഴ്സുകളെല്ലാം തന്നെ. CAT വഴിയാണ് ഇതിനൊക്കെയുള്ള അഡ്മിഷൻ. CATൻ്റെ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി പാസ്സായവർക്കാണ് ഈ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ കിട്ടുക. ഈ 3 B.Tech കോഴ്സുകളിലേക്കും അഡ്മിഷൻ കിട്ടുന്നത് CAT വഴിയാണ്. ഒന്നാന്തരം കോഴ്സാണ്. അത് നടത്തുന്നത് തന്നെ കൊച്ചിൻ സയൻസ് ആൻഡ് ടെക്നോളജി യൂണിവേഴ്സിറ്റിയാണ്. കൊച്ചിയിലെ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല. CATലൊക്കെ മിടുക്കരായി പഠിച്ചൊക്കെ എഴുതിയെടുക്കുന്ന കുട്ടികൾക്ക് ഇത്തരം കോഴ്സുകളൊക്കെ കഴിഞ്ഞിറങ്ങിയാൽ പിന്നെ ആ കുട്ടിയുടെ നിലയൊന്നും ഇവിടെയൊന്നും ആവില്ല എന്ന് ഞാൻ ചുരുക്കത്തിൽ പറയാം. അവരൊക്കെ ഏറ്റവും നല്ല ശമ്പളം വാങ്ങിച്ച് ഏറ്റവും ഉന്നതമായ പദവിയിലേക്ക് പോകും. അത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, വിദേശത്തും ഒന്നാന്തരം തൊഴിൽ സാധ്യതയുള്ള ഉള്ള കോഴ്സുകളാണ് ഇവയൊക്കെ. ഇനി മറ്റൊന്ന് മറൈൻ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, നേവൽ ആർക്കിടെക്ചർ തുടങ്ങിയവയ്ക്ക് ഒരു B.Tech കോഴ്സുകളുണ്ട്. ഈ B.Tech കോഴ്സുകൾ, ഞാൻ ഈ പറഞ്ഞ കോഴ്സുകളെല്ലാം തന്നെ അതിൽ പെടുന്നതാണ്. ഈ കോഴ്സുകളും ഉള്ളവർക്ക് ഷിപ്പ് യാർഡിൽ മറൈൻ എഞ്ചിനീയർ ആയി തന്നെ പരിശീലനം കിട്ടും. അത് ഷിപ്പ് യാർഡ് ഇടയ്ക്ക് വിളിക്കുന്നുണ്ട്. ഇത് ഞങ്ങൾ മുമ്പ് ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് സംബന്ധിച്ച്. അപ്പോൾ ഷിപ്പ് യാർഡിലെ ഈ മറൈൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഈ ട്രെയിനിങ് ലഭിച്ചു കഴിഞ്ഞാൽ, പരിശീലനം ലഭിച്ചു കഴിഞ്ഞാൽ
അവിടെ തന്നെ മറൈൻ എഞ്ചിനീയർ ആകാം. വിജയകരമായി പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് അവിടെ മറൈൻ എഞ്ചിനീയർ ആകാം. അതിന് മറൈൻ എഞ്ചിനീയറിങ്ങിലോ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിലോ നേവൽ ആർക്കിടെക്ചറിലോ ഏതെങ്കിലും ഒന്നിൽ B.Tech ഉള്ളവർക്കാണ് ഈ ട്രെയിനിങ് ലഭിക്കുക. നമ്മുടെ നേവൽ ബേസിലുള്ള ഷിപ്പ് യാർഡ്, ഈ ഷിപ്പ് യാർഡിൽ ഉള്ള മറൈൻ എഞ്ചിനീയർ എന്ന് പറയുന്ന ട്രെയിനിങ്ങും അതിനുള്ള ട്രെയിനിങ്ങും കിട്ടും, അവിടെ നിയമനവും കിട്ടും. ഈ 3 വിഭാഗത്തിലുള്ളവർക്കും അതിനുവേണ്ടി അപ്ലൈ ചെയ്യാം. അത് ഓരോ വർഷവും ക്ഷണിക്കുന്ന സമയം തീർച്ചയായിട്ടും അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടാകാം. നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ ശ്രദ്ധിച്ചാൽ മതി. അടുത്ത് വിളിക്കുന്ന സമയം ഞങ്ങൾ അത് പ്രത്യേക എപ്പിസോഡ് ചെയ്യുന്നുമുണ്ട്.